എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Chariot energy, 3 of Cups, 9 of Cups, Queen of Cups, 6 of Pentacles and 8 of Cups. Chariot energy manifest വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള സമയമാണ്. ബിസി ആയിരിക്കും ഒത്തിരി. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അനുബന്ധിച്ചിട്ട് യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി തിരക്കുകളുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ഒക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓടി നടക്കുന്ന സമയത്ത് ഫാമിലി ലൈഫ് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഫാമിലിയിലെ പ്രശ്നങ്ങൾ, തിരക്കുകൾ, ഫാമിലിയിൽ വഴക്കുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുക. കാരണം ചില കാര്യങ്ങൾ അവസാന നിമിഷത്തിലൊക്കെ മാറ്റേണ്ടി വരും, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതൊന്ന് നേരെ കൊണ്ടുപോകാനായിട്ടൊരു പ്ലാനിങ് അനിവാര്യമാണ്. അതേപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക. ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു മാസത്തിൽ നല്ല രീതിയിലുള്ള മുന്നോട്ടേക്ക് പോക്ക് കാണിക്കുന്നത്. കാരണം ഡിസിപ്ലിനോട് കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു തിരക്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഓടി നടന്ന് ജോലി ചെയ്യുമ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നടക്കേണ്ടത് ആദ്യം ചെയ്ത് തീർക്കാനുള്ളതാണ്. അതേപോലെ ടൈം മാനേജ്മെന്റും മറ്റും ശ്രദ്ധിച്ച വളരെയധികം നല്ലൊരു സമയമാണ്. ഈ ഒരു തിരക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് മാറ്റാം. മുന്നോട്ടേക്ക് വരുന്ന സമയം നിങ്ങളിത് വ്യക്തമായിട്ട് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുന്നത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രമോഷൻ, ശമ്പള വർധന പോലുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റി, അതിന്റെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെയധികം സാധ്യതകൾ ഉള്ള മാസമാണ്. ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. ആഘോഷം വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലായിരിക്കും. ചില ആളുകൾക്ക് പ്രൊമോഷൻ കാര്യങ്ങൾ ലഭിക്കുന്നത് പറഞ്ഞിരുന്നു. ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കമ്പനി വക ഫ്ലാറ്റോ കാറോ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം അത് ആഘോഷിക്കുന്നു, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ചില ആളുകൾ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരുമിച്ചുള്ള യാത്രകളായിരിക്കും, മറ്റ് പല കാര്യങ്ങളിലും സൗഹൃദങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകുന്നുണ്ടാവാം. അതേപോലെ സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്ക് പുതിയ പരിചയക്കാർ, പുതിയ ക്ലയൻസിനെ കിട്ടുന്നുണ്ടാവും, നിങ്ങളുടെ ബിസിനസ്സിൽ പ്രയോജനം ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന്, അതായത് സുഹൃത്തുക്കൾ വഴി നിങ്ങൾ യാത്രകൾ പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാമിലിയുമായിട്ടുള്ള കണക്ഷനൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ട്. കാരണം സൗഹൃദങ്ങൾ വഴി ഫാമിലി ട്രിപ്പ് എല്ലാ സുഹൃത്തുക്കളും ചേർന്നിട്ട് പോകുന്ന സാഹചര്യവും വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഡിസിപ്ലിനും ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ മാത്രമാണ് ഇതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നുള്ളൂ. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പരമാവധി ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മൊബൈല്, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ ഒഴിവാക്കി വെക്കുക. പൂർണ്ണമായിട്ടും
കാരണം ഇത് ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ ഇരുന്ന് ചെയ്യും. അഥവാ നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ഈ യാത്രയിൽ അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാത്രയിലേക്ക് പോകുമ്പോൾ തന്നെ മൊബൈലും കാര്യങ്ങളും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രം പോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ്. 9 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പല കാര്യങ്ങളിലും പോസിറ്റിവിറ്റി നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതേപോലെ വിഷ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്? നമ്മൾ പറയില്ലേ, വരം ചോദിക്കുമ്പോൾ തഥാസ്തു, എന്താഗ്രഹിച്ചാലും അത് നടക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹം സഫലമാകുന്നേ, ആഗ്രഹിച്ചതും സംഭവിക്കട്ടെ എന്നുള്ളൊരു മെസ്സേജാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആ ഏത് ശക്തിയാണെങ്കിലും ആ ശക്തിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ആ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു, ദൈവത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യുകയാണ്, സഹായം ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പേന താഴെ വീണു, പെൻസിലോ പേനയോ താഴെ വീണ് കഴിയുമ്പോൾ ഒരാൾ അതെടുത്ത് തരുവാണെങ്കിൽ നമ്മൾ താങ്ക് യു പറയും, വളരെയധികം നന്ദി എന്നുള്ളത് നിങ്ങൾ പറയും. അതേപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് ശീലിക്കുക. ഒരു മാസം എന്ന് പറയുന്നത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഈ പറഞ്ഞ പോലെ തിരക്കുകളും കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിട്ടുകളയുന്ന കൂട്ടത്തിൽ തിരക്കായതുകൊണ്ട് അത് ചെയ്തില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. എത്ര വലിയ തിരക്കുകളാണെങ്കിൽ കൂടിയും ജീവിതം ആസ്വദിക്കുക. ഒരു ഇമോഷണൽ ഇന്റലിജൻസ് അനിവാര്യമാണ്. അതിന് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. ഡിപ്ലോമസി നിങ്ങൾ കൈവരിക്കേണ്ട, അതായത് ദേഷ്യം, വാശി കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് എല്ലാ കാര്യം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആ തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പലപ്പോഴും നമ്മൾ എല്ലാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടക്കണമെന്നില്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മികച്ചതായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒത്തിരി സമാധാനമുള്ളൊരു സമയമായിരിക്കും. വലിയ സ്ട്രെസ് ഒന്നും എടുക്കേണ്ടാത്ത ഒരു സ്വസ്ഥതയോട് കൂടിയിട്ടുള്ള ഒരു സമയം ആയിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകളുടെ സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ വാങ്ങിക്കാനും ശ്രമിക്കുക. അതേപോലെ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനും ശ്രമിക്കുക. അത് സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ എളുപ്പമായിരിക്കും എന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള്, അതായത് സ്നേഹമായിട്ടാണെങ്കിലും പൈസയായിട്ടാണെങ്കിലും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും അവർക്ക് തിരിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഒരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല. ആ ഒരു രീതിയിൽ അതായത് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കടമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അത് തിങ്കളാഴ്ചത്തേക്ക് ആവശ്യമുണ്ട്, അപ്പത്തേക്ക് നന്നാ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ആളുകൾ സ്വയം അവരുടെ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് മാറ്റി പിടിക്കുക. ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഈ ഒരു മാസം വേണ്ടത്. അതേപോലെ 8 ഓഫ് കപ്സ് എനർജി, വേണ്ടെന്ന് വെക്കേണ്ടത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുക. നോ പറയാൻ പഠിക്കുക. ഇതൊക്കെ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഗീവ് ആൻഡ് ടേക്ക് ആണ്. എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടും ഇരിക്കാതിരിക്കുക. അപ്പോൾ 8 ഓഫ് കപ്സ് എനർജി പറയുന്നത് വിട്ടുകളയേണ്ടത് വിട്ടുകളയുക, ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക, പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു മാസം നിങ്ങൾ ഏത് ദേവതയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് നമുക്ക് നോക്കാം.
നിങ്ങൾ ദുർഗാദേവിയാണ് ആരാധിക്കേണ്ടത്. ദുർഗാക്ഷേത്രം സന്ദർശിക്കുക, ദുർഗാദേവിയെ ആരാധിക്കുക. അതേപോലെ ദേവിക്ക് നാരങ്ങാവിളക്ക്, ഏതെങ്കിലും ദേവീക്ഷേത്രം സന്ദർശിക്കുകയും ദേവിക്ക് നാരങ്ങാവിളക്ക് അർപ്പിക്കുകയും ചെയ്യുക. പറ്റുന്നവരാണ് എങ്കിൽ മഞ്ഞൾപ്പറ നിറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്രം പോയി നിങ്ങൾ തൊഴുക, സന്ദർശിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.